ഇന്ന് പാലക്കാട്ടെ പൊതുപ്രചാരണത്തിൻ്റെ അവസാന ദിവസമാണ്, കൊട്ടിക്കലാശമാണ്. UDF ക്യാമ്പ് ഏറെ ആവേശത്തിലാണ്. നമ്മളോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ് MP ആണുള്ളത്. കൊടിക്കുന്നിൽ സുരേഷിനോട് ചോദിക്കാം നമുക്ക്. ഇപ്പോൾ സജീവമാണ് പാലക്കാട്, വിവാദ പെരുമഴയായിരുന്നു. അവസാന ദിവസത്തിലേക്ക് എത്തുകയാണ് പ്രചാരണത്തിൻ്റെ. കൊട്ടിക്കലാശം കളറാവോ? എന്താ ഇവിടുത്തെ അവസ്ഥ? ഏറ്റവും മനോഹരമായ ആവേശകരമായ കൊട്ടിക്കലാശമായിരിക്കും UDFിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിന് ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥിയോടൊപ്പം കൊട്ടിക്കലാശം പങ്കെടുക്കുന്നവരും 2:30 മണിയോടുകൂടി ഒലവക്കോടെത്തും. അവിടുന്ന് വലിയ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വലിയൊരു റോഡ് ഷോ ആയിട്ട് പോലീസ് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തെത്തും. അവിടെ 6 മണിവരെ കൊട്ടിക്കലാശവുമായി UDFിൻ്റെ നേതാക്കന്മാരും സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ പ്രവർത്തകരും എല്ലാവരും അണിചേരുന്നു. നിങ്ങൾ നേതാക്കളെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാസം എന്ന് പറയുന്നത് ചേലക്കരയും പാലക്കാടുമായിട്ട് ഒരു ഒത്തുചേരലിൻ്റെ കൂടി സമയമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ചേരുന്നു, ഒരുമിച്ച് ആസൂത്രണങ്ങൾ നടത്തുന്നു, രാത്രി ഒരുമിച്ച് കൂടി വിശകലനങ്ങൾ നടത്തുന്നു, പിറ്റേ ദിവസം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ഒരു മാസക്കാലത്തെ ഈ വളരെ തിരക്ക് പിടിച്ച എന്താ പറയുക സംഘടനാ ജീവിതം, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു പരിസമാപ്തിയിലേക്ക് എത്താണല്ലോ. ഈ ഒരു മാസക്കാലത്ത് എങ്ങനെയാണെന്ന്? കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു ചൂണ്ടുപലകയാണ്. തീർച്ചയായും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചാൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ 2 സീറ്റുകളും പാലക്കാട് നിലനിർത്തിക്കൊണ്ട് ചേലക്കര പിടിച്ചെടുക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയമായ ഒരു വലിയ മുന്നേറ്റത്തിനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതിൽ ഞങ്ങൾക്ക് ജനങ്ങളുടെ നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ പാലക്കാട് സീറ്റ് നിലനിർത്തിക്കൊണ്ട് ചേലക്കര പിടിച്ചെടുത്ത് കേരള രാഷ്ട്രീയത്തിൽ UDF പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നേടിയ ആ നേട്ടം അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഒരു വ്യക്തമായൊരു മെസ്സേജ്, ഒരു സന്ദേശം പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ നൽകും. ഈ 2 സീറ്റുകളും ഞങ്ങൾ ജയിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിനെതിരായുള്ള ശക്തമായ ജനങ്ങളുടെ താക്കീത്, കേരളത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒറ്റപ്പെട്ട ഒരു ഗവൺമെൻറ്റും ഒരു മുന്നണിയും അതിനെതിരായുള്ള വലിയൊരു വിധിയെഴുത്തായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ വിധിയെഴുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDFിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവെന്ന് തെളിവാക്കി. ഈ സന്ദീപ് വാര്യർ വന്നത് കൂടുതൽ ആവേശം നൽകുകയാണോ? അപ്പോൾ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഇപ്പോൾ പല സ്ഥലത്തുള്ള പൊതുയോഗങ്ങളിലൊക്കെ വലിയ ആവേശം UDF പ്രവർത്തകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയത്ത് CPMൻ്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. വർഗീയതയുടെ കാളിയനെ UDF കഴുത്തിലണിഞ്ഞിരിക്കുന്നു എന്നാണ് MP രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് എന്തായിരിക്കും? BJP നേതാക്കളും RSS നേതാക്കളും CPMൽ ചേർന്നാൽ അവർ പരിശുദ്ധന്മാരും അവർ ഏറ്റവും ബഹുമാനിതരുമായി ആണ് CPM ആണ്. എന്നാൽ BJP RSS നേതാക്കൾ അവരുടെ പ്രത്യയശാസ്ത്രം വിട്ട് കോൺഗ്രസിൽ വന്ന് വിദ്വേഷത്തിൻ്റെ കടയിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നാൽ അത് വർഗീയതയാണ്, അല്ലെങ്കിൽ RSSനെ താലോലിക്കുന്നു, വാരിപ്പുണരുന്നു എന്നുള്ള ആശയം ഉയർത്തുന്നത് CPMൻ്റെ ഇരട്ടത്താപ്പാണ്. നമുക്കറിയാം OK വാസു എന്ന് പറയുന്ന RSS നേതാവിനെ അതിൽ നിന്ന് ചെന്നപ്പോൾ CPM ചുവപ്പ് പരവതാനി വിധിച്ച് പാർട്ടിയിൽ കയറ്റി. പാർട്ടിയിൽ അംഗത്വം കൊടുത്തതിൻ്റെ 3-ാം മാസത്തിൽ അദ്ദേഹത്തിന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും നൽകി ആദരിച്ചവരാണ് CPMകാർ. അവരാണ് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്. ഈ സന്ദീപ് വാര്യർ CPMൽ ചെന്നിരുന്നുവെങ്കിൽ മഹത്വവൽക്കരിക്കപ്പെടുമായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ വന്നപ്പോഴാണ് അദ്ദേഹം വർഗീയവാദിയായി മുദ്ര കുത്തുന്നത്. ഇതവരുടെ ഇരട്ടത്താപ്പാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചേലക്കരയിലെ കൊട്ടിക്കലാശത്തിന് ഇപ്പോൾ കൊടിക്കുന്നിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് ഇറങ്ങുകയും ഈ സഞ്ചരിക്കുന്ന അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ സഞ്ചരിക്കുകയും TN പ്രതാപനും കൊടിക്കുന്നിലൊക്കെ പ്രസംഗിക്കുക, ആളുകൾ ആവേശം കൊള്ളിച്ച് ഒരു സ്ഥലത്തെത്തി വലിയ ആവേശമായിരുന്നത്. അത്തരത്തിൽ മുന്നിട്ടിറങ്ങുന്നൊരു സാഹചര്യം എന്തായാലും പാലക്കാട് ഉണ്ടാകുമോ? തീർച്ചയായും പാലക്കാട് അതിനേക്കാൾ മികച്ച തരത്തിലുള്ള കൊട്ടിക്കലാശമായിരിക്കും. എല്ലാ നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. പ്രവർത്തകർ ഇപ്പോൾ വല്ലാത്ത ആവേശത്തിലാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രവർത്തകർ എങ്ങനെയെങ്കിലും ഒന്ന് കൊട്ടിക്കലാശം ആരംഭിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. അത്രയ്ക്ക് ഞങ്ങൾക്കാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തകരുടെയും അണികളുടെയും വൻപിച്ച ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.